നമ്മൾ ഊട്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ വശങ്ങളിൽ വളരെ വലിയ മരങ്ങൾ ഇതിൻ്റെ കാണാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളാണ്. ഫ്ലവർ അറേഞ്ച്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ലീഫാണ് പോഡോകാർപ്പസിൻ്റെ ഇലകൾ. ഇത് നമ്മുടെ കേരളത്തിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഏറ്റവും മനോഹരമായിട്ട് നല്ല പച്ചപ്പിൽ നല്ല ഷേപ്പിൽ വളർത്താൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ് ആണ്. പിന്നെ നമുക്കിത് ക്രിസ്മസിൻ്റെ സമയങ്ങളിലാണെങ്കിൽ ക്രിസ്മസ് ട്രീ ആയിട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിന് വളരെയധികം ആയുസ്സുള്ള ചെടിയാണ്. ഒരു കാലത്ത് ഇത് നഷ്ടപ്പെട്ടു പോകില്ല. മെയിൻ്റനൻസും വളരെ എളുപ്പമാണ്. നമ്മുടെ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും അധികം ചിലവുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ 10 അടിയിൽ മേലെ പൊക്കമുള്ള ചെടിയാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്ത ബാച്ചാണ് ഈ കാണുന്നത്. കുറച്ച് ബുഷ് കുറഞ്ഞ് എന്നാൽ ഒരു 8 അടി 9 അടിയോളം പൊക്കമുള്ള നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ്. പോഡോകാർപ്പസ് നമ്മുടെ കയ്യിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 അടി മുതൽ 10 അടിക്ക് മേലെ വരെയുള്ള ചെടികൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഗാർഡൻ്റെ ലാൻഡ്സ്കേപ്പിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മുൻപിൽ കാണുന്നത് ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയ വളരെ മനോഹരമായ ചെടികളാണ്. ഇത് പോഡോകാർപ്പസ് മാക്രോഫൈലയുടെ ഒരു ബോൺസായി ആണ്. വളരെ മനോഹരമായി ഒരു വശത്തേക്ക് ചരിഞ്ഞ രീതിയിലാണ് ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു ലാൻഡ്സ്കേപ്പ് മുതൽ ചെറിയൊരു പൂന്തോട്ടം വരെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് പല സൈസിൽ പല ഷേപ്പിലുള്ളത് ബൊട്ടാനിക്കൽ ഫാമിലും അതേപോലെ തന്നെ വൈൽഡ് നഴ്സറിയിലും ലഭ്യമാണ്. ഇന്നത്തെ ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് ഇത്. അലോക്കേഷ്യ മാക്രോറിസ ചേമ്പനത്തിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് വളരെ കുറഞ്ഞ പരിചരണം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് അലോക്കേഷ്യ മാക്രോറിസയുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ്. നമ്മുടെ നാടൻ ഇനങ്ങൾ ധാരാളം ലഭ്യമാണ്. പക്ഷേ ടിഷ്യൂ കൾച്ചർ ആകുമ്പോൾ കുറച്ചും കൂടി കോമ്പാക്റ്റായി കരുത്ത് കൂടിയ ചെടികളാണ്. ഇത് ഈവൺ ഇൻഡോർ ലാൻഡ്സ്കേപ്പിൽ വരെ വളരെയധികം കേരളത്തിൽ ഉപയോഗിച്ച് വരുന്നു. അലോക്കേഷ്യയുടെ വളരെ വിപുലമായ ഒരു ശേഖരം നമ്മുടെ കയ്യിൽ ഉണ്ട്. ഇത് ഡ്രസീന മസഞ്ചിയാനയുടെ ലെമൺ യെല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഒരു പോട്ടിൽ 6ഓളം ചെടികൾ നമ്മൾ ചേർത്ത് വളർത്തിയിരിക്കുകയാണ്. വളരെ ഹാൻഡി ആയിട്ടുള്ള നല്ല മനോഹരമായ ഒരു സെമി ഷെഡ് പ്ലാന്റാണ്. ഇത് മസഞ്ചിയാനയുടെ ദാരാസിംഗ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഒരു വലിയ പോട്ടിൽ 4 ചെടികൾ ഒരുമിച്ച് നട്ടിരിക്കുകയാണ്. ദിവസത്തിൽ ഒരു തവണ വെള്ളം ഒഴിക്കുക. പിന്നെ സെമി ഷെയ്ഡ് ആഗ്രഹിക്കുന്ന പ്ലാന്റാണ്. അതനുസരിച്ച് നമുക്കിത് വീടിൻ്റെ അകത്തളങ്ങളിലോ അല്ലെങ്കിൽ പോർച്ച്, സിറ്റ് ഔട്ട് അതേപോലത്തെ സ്ഥലങ്ങളിൽ ഭംഗിയായിട്ട് വയ്ക്കാവുന്നതാണ്. ഇത് അമറിസ്റ്റിയ നോബിലിസ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ ശിംശിബ വൃക്ഷം എന്ന് പറയും. നിറയെ ചുവന്ന പൂക്കൾ ഉണ്ടാവുന്നതാണ്. എപ്പോഴും പൂക്കില്ല. വർഷത്തിൽ 1-2 തവണ ഇതിൽ വളരെ മനോഹരമായ രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകും. ഇതിനോട് സമാനമായ ഒരു വേറൊരു വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്, ബ്രൗണിയ എന്ന് പറഞ്ഞത്. അത് കോമൺ ആണ്. ശിംശിബ വൃക്ഷം ഒരു അധികം കോമൺ അല്ല നേഴ്സറികളിൽ, ഒരു അപൂർവ വൃക്ഷത്തിൽ പെടുന്ന ഇതിലാണ്. ഇതിൻ്റെ ചെറിയ തൈകൾ നമുക്ക് ഇതേപോലെ ചട്ടികളിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഇതിൻ്റെ പുതിയ ഇലകൾ വരികയാണ്. ഇപ്പോൾ പഴയ ഇല ഇത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ ചെടികളിൽ പുതിയ ഇലകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഇതിപ്പോൾ ഫെബ്രുവരി അവസാനം ഇതിൽ നിറച്ച് പൂക്കൾ ഉണ്ടായതാണ്. ഇതിപ്പോൾ നമ്മൾ വിൽപ്പനയുടെ ആവശ്യമായിട്ടാണിത് ചട്ടിയിൽ നട്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ താഴെ നട്ടല്ല, അത് ഭൂമിയിൽ നട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പടർന്ന് പന്തലിച്ച് വലിയൊരു മരമാകും. ഇത് വർഷത്തിൽ 2 തവണ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പൂമരമാണ്. ഇതധികം ഭാരമുള്ളതല്ല. നമുക്ക് ഒരാൾക്ക് തന്നെ ഈസി ആയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാവുന്നു. സാധാരണ നഴ്സറികളിൽ ഇതേപോലെ 5 അടിയിൽ ഇത്രയും ബുഷായ ചെടികൾ സാധാരണയായിട്ട് കാണാറില്ല. ഇത് നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ വയ്ക്കാൻ പറ്റിയ വളരെ മനോഹരമായ നല്ല പച്ചപ്പുള്ള 5 അടി പൊക്കത്തിൽ ബുഷായി നിൽക്കുന്ന ഒരു സെമി ഷെയ്ഡ് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റിയിൽപ്പെട്ടതാണ്. ഇത് വളരെയധികം പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണ്. ദിവസത്തിൽ ഒരു തവണ നനയ്ക്കുക. പിന്നെ മാസത്തിലൊരിക്കൽ ഫംഗിസൈഡും പെസ്റ്റിസൈഡും സ്പ്രേ ചെയ്ത് കൊടുക്കുക. കുറച്ച് ജൈവവളങ്ങൾ 2 മാസം 3 മാസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ നഴ്സറിയുടെ ഫൈക്കസ് താഴ്വരയാണ്. ഇതിൽ ഏറ്റവും ചെറുത്, ഇടത്തരം, വലുത് പല ഫൈക്കസുകൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ആൾക്കാർക്കും യോജിക്കുന്ന രീതിയിൽ 300 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പല ഷേപ്പിലും പല സൈസിലുള്ള ഫൈക്കസ് ലഭ്യമാണ്. ഇത് വളരെ ക്രിയേറ്റീവായിട്ട് കലാപരമായിട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫ്റ്റഡ് ഫൈക്കസ് ആണ്. വളരെ വർഷം പഴക്കമുള്ള ഒരു 30 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇത് ഏകദേശം ഒരു 15 വർഷം പഴക്കമുള്ള വളരെയധികം ആരാധകരുള്ളതും ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ടിന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതുമായ ഒരു ഫൈക്കസ് ഇനമാണ്. ഇത് നമ്മുടെ കൈവശമുള്ളതിൽ ഏറ്റവും ചെറിയ വലിപ്പം കുറഞ്ഞ ഗ്രാഫ്റ്റഡ് ഫൈക്കസ് ആണ്. ഇത് 3 ലെയർ ബോൾ ഫൈക്കസ് ആണ്. 3 ലെയറായിട്ട് വെട്ടി നിർത്താവുന്ന വളരെ മനോഹരമായ ഒരു ചെടിയാണ്. ഇത് ഇന്നത്തെ കാലത്ത് ലാൻഡ്സ്കേപ്പിൽ വളരെയധികം ഉപയോഗിക്കുന്നതും ആളുകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതുമായ ഒരു ഇനമാണ്. നമ്മൾക്കിതൊരു സെമി ഷെയ്ഡ് പ്ലാന്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പിലും എല്ലാം ഉപയോഗിക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ വിപുലമായൊരു ശേഖരമുണ്ട് നമ്മുടെ കയ്യിൽ. ചെടികൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് അതിൻ്റെ ഗ്രാഫ്റ്റ് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടോ, ചെടിയുടെ ആരോഗ്യം, ഇതെല്ലാം നോക്കിയിട്ടാണ്. വളരെ എളുപ്പത്തിൽ പരിചരിക്കാവുന്ന ഒരു ഇനമാണിത്. പിന്നെ കൂടുതലായിട്ടും നല്ല സൂര്യപ്രകാശമുള്ളതും പിന്നെ ജൈവവളങ്ങൾ ഉപയോഗിച്ചാൽ മതിയാവും. ചാണകപ്പൊടി, എല്ലുപൊടി, ലേശം വേപ്പൻ പിണ്ണാക്ക് എന്നിവ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു വളർച്ച കിട്ടുന്നതായിരിക്കും. 100% ഔട്ട്ഡോർ നമ്മൾ വെക്കേണ്ട ചെടിയാണ്. 100% സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. പിന്നെ നമുക്ക് വല്ല വീടുകളിൽ വല്ല ഫംഗ്ഷനോ അതേപോലെ വരികയാണെങ്കിൽ ഒരു സെമി ഷെയ്ഡ് ഏരിയയിൽ കുറച്ച് ദിവസത്തേക്ക് വെക്കുന്നതിൽ കുഴപ്പമില്ല. ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ചൈന ഡോളിൻ്റെ ഒരു മോഡലാണ്. ഇത് സ്പൈറൽ ഷേപ്പിലാണ്.
ഇത് 5ഓളം ചെടികൾ ഒരുമിച്ച് ഒരു ചട്ടിയിൽ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. ഇത് 2 ലെയറിൽ വെട്ടി നിർത്താവുന്ന രീതിയിൽ മനോഹരമായിട്ട് ഉള്ളൊരു ചെടിയാണ്. ഇത് സിംഗിൾ ബോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ബോൾ പോലെ വെട്ടി നിർത്താൻ സാധിക്കും. ചൈന ഡോളിൻ്റെ വളരെ വ്യത്യസ്തമായ പല മോഡലുകൾ നമ്മുടെ കയ്യിലുണ്ട്. പല ഡിസൈൻസിലും പല ഷേപ്സിലുള്ള ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. കൂടുതലായിട്ട് ഇത് സെമി ഷെയ്ഡ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ വേണമെങ്കിൽ ഇത് സൂര്യപ്രകാശത്തിൽ ലാൻഡ്സ്കേപ്പ് പ്ലാന്റ് ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ഏകദേശം 6 അടിയോളം പൊക്കമുള്ള സെമി ഷെയ്ഡായിട്ടും അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രാക്കോയാണ്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്നവരിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇനമാണ് ഡ്രസീന ഡ്രാക്കോ. ലോകമെമ്പാടും വളരെയധികം ആരാധകരുള്ള വളരെ നല്ലൊരു പ്ലാന്റാണിത്. ഇരിക്കുന്ന ഡ്രാക്കോയിൽ പലതും പല ഇനങ്ങളാണ്. ഇത് താഴെ കൂടുതൽ ബുഷായിട്ട് മേളിലേക്ക് ഒരു സിംഗിൾ സ്റ്റെം വന്ന് ഉള്ളൊരു പ്ലാന്റാണ്. ഇത് സിംഗിൾ സ്റ്റെമ്മായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചെടിയാണ്. ഇത് ഇതേപോലെ ഒരു 8-10 ശിഖരങ്ങളായിട്ട് മൾട്ടി ഹെഡായിട്ട് വളരുന്നൊരു ചെടിയാണ്. പല വലുപ്പത്തിൽ പല ഡിസൈനിൽ അതിൽ തന്നെ വിവിധങ്ങളായ ഇനങ്ങളുണ്ട്. ഡ്രാക്കോ തന്നെ പല ഇനങ്ങൾ പല മോഡലുകളിൽ ഉള്ള ചെടികളാണ്. ധാരാളം വെറൈറ്റീസ് ഉണ്ട്. വളരെയധികം സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മളുടെ പോത്താനിക്കാട് ഫാമിലും അതേപോലെ തന്നെ വൈറ്റ്ല ജംഗ്ഷനിലുള്ള നഴ്സറിയിലും ലഭ്യമാണ്.